ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീഡിയോ ഇടുന്നത് പറയേണ്ട തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എക്സാമൊക്കെ ആണ് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ എന്തായാലും ഇനി എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എക്സാം ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ എടുത്തിട്ടുണ്ടായ ഒരു വീഡിയോ കേട്ടോ. പിന്നെ എഡിറ്റൊക്കെ ചെയ്തത് ഇപ്പോഴാണ്. ഇത് ഞാൻ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയുടെ 2 ദിവസം മുന്നോ അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായി. ഇംഗ്ലീഷിൻ്റെ ഇടയ്ക്ക് ഒരു 3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എടുത്തതാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അതിരാവിലെ ഒന്നും എഴുന്നേറ്റുണ്ടായില്ല. സാധാരണ എഴുന്നേൽക്കണം ആ ഒരു ടൈമിലൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. എക്സാമായിട്ട് പോലും ഞാൻ ഇത്തിരി എൻ്റെ സാധാരണ നോർമലായിട്ടുള്ള എങ്ങനെ എഴുന്നേൽക്കാറ് അങ്ങനെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കണ്ണടയും കൂടെ വെക്കുന്നുണ്ട്. കണ്ണട വെച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറവുള്ള മാതിരി തോന്നും. കാരണം മര്യാദക്കൊന്നും ക്ലിയർ ആയിട്ട് കാണൂലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇനി മുഖമൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര മടിയൊക്കെ ആയിട്ട് എടുക്കണം. കാരണം എക്സാമൊക്കെ അല്ല, പെട്ടെന്ന് പഠിക്കാനൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് നമ്മുടെ ഡെയിലി റുട്ടീനുള്ള സംഭവമാണിത്. അങ്ങനെ കറിയൊക്കെ എന്താണെന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, സ്റ്റൂ കറിയോ അങ്ങനെ ആ സംഭവമാണ്. പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അങ്ങോട്ട് നോക്കാൻ പോയില്ല, കാരണം ഞാൻ ബീട്രൂട്ട് കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ചോറാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ഈ അച്ചാറുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചാറാണ് ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒഴിക്കണം, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കറിയെല്ലാം കൂട്ടി ചോറ് കഴിച്ചു. പിന്നെ രാവിലെ തന്നെ നേരെ പോയിട്ട് ഊഞ്ഞാലാടാന്നുള്ള നമ്മുടെ മെയിൻ പരിപാടിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, റീൽസൊക്കെ കണ്ടിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇപ്പം നല്ലൊരു വ്യൂ ഇല്ലേ, നല്ലൊരു സ്വർഗ്ഗത്തിൽ പോയ മാതിരിയുണ്ട്. അവിടെ ആരോ എന്തൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട്, അതിൻ്റെ പുക കേട്ടോ. അതുകൊണ്ടാണ് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നത്, നല്ല ഫെറ്റായിട്ടുണ്ട്. അങ്ങനെ ഒരു കപ്പലണ്ടി മിഠായി കഴിച്ചിട്ട് ഞാനിവിടെ പഠിക്കാൻ വേണ്ടി ഇരിക്കണേന്. ഇംഗ്ലീഷ് ആട്ടോ. ഇനി തലേ ദിവസം ഞാൻ ഹിസ്റ്ററി കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഹിസ്റ്ററി കുറേ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ആകെ പരീക്ഷയ്ക്ക് ഒരു ദിവസം മാത്രമേ ഗ്യാപ്പ് ഉണ്ടായുള്ളൂ. അപ്പോൾ കുറച്ച് ഹിസ്റ്ററി തലേ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഞാൻ ഇന്നലെ അങ്ങനെ നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നാണ് മെയിനായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഡെഡ് ലെവലറിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങണേണ്. കുറച്ച് മുന്നത്തെ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ കുറച്ച് ദിവസം മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സൈലോം എക്സാമിനർ ആട്ടോ മെയിനായിട്ട് ഇംഗ്ലീഷ് കാണാൻ വേണ്ടി യൂസ് ആക്കാറ്. അതിപ്പോൾ 10th +1 ഒക്കെ ആയിട്ടും അത് തന്നെയാണ്. ഈ 2 ചാനൽ തന്നെ മെയിനായിട്ട് കാണാറ്. വേറെ ചാനൽസ് കാണാറുണ്ട്, പക്ഷേ മെയിനായിട്ട് ഇവർ 2 ചാനൽ തന്നെ കാണാറ്. ഗ്രാമറിനായാലും ഒക്കെ ആയാലും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ 2 ചാനൽ കണ്ടോ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സൊക്കെ എടുക്കണമായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യണതാണ്. അപ്പോൾ കാറ്റോ വന്നുകൊണ്ടാട്ടോ ഇങ്ങനെ പറന്ന് പോണത്. അപ്പോൾ അതൊന്നും മൈൻഡാക്കണ്ട. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ഈ നോട്ടൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ യൂട്യൂബിൽ ചിലപ്പോൾ ഇച്ചിരി ടഫായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും നോട്ട് കാണിക്കേണ്ടാവുക. പക്ഷെ ഞാനത് കുറച്ചൊക്കെ എൻ്റെ രീതിയിലോട്ട് കൺവേർട്ട് ആക്കിയിട്ട് എന്നെക്കൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാക്കും. അപ്പോൾ നോട്ടൊക്കെ ഉണ്ടാക്കലൊക്കെ പരീക്ഷയ്ക്ക് തലേ ദിവസം അതിന് മുന്നൊക്കെയാണ് കേട്ടോ. ഞാനങ്ങനെയാണ്, അങ്ങനെ പ്രിപ്പയർ ആക്കി മുന്നേ വെക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണേ. ഫോഷീറ്റിലാണ് എഴുതാറ്, ഇങ്ങനെ 2 മടക്കിയിട്ട്. അപ്പോൾ പെട്ടെന്ന് പഠിക്കലാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യണേന്. ആ നോട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ ഒരു 12:06 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയപ്പോഴാണ് മാങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാങ്ങയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങ ഇവിടെ ഉണ്ടാവണേന്. അപ്പോൾ പച്ചമാങ്ങ കേട്ടോ. അപ്പോൾ പച്ചമാങ്ങ ഉപ്പിട്ട് കഴിക്കാനൊക്കെ നല്ല രസമല്ല, ഉപ്പും മുളകൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണ്. പക്ഷേ ഈ ഒരു മാങ്ങ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. പിന്നെ എന്തായാലും മാങ്ങയില്ല, അതുകൊണ്ട് ഇങ്ങനെ കഴിക്കണതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ചിലപ്പോൾ മറന്നൊക്കെ പോകും, കാരണം കുറേ നാൾക്ക് ശേഷം ഡേ മൈ ലൈഫൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യണേ. എൻ്റെ മുന്നേ ഞാൻ ജാനുവരിയിൽ എടുത്തൊരു ഡേ മൈ ലൈഫ് ഇരിപ്പുണ്ട്. അതിൽ കുറച്ചും കൂടെ എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ചിലപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോഴോ അങ്ങനെ വല്ലതും ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും, ചിലപ്പോൾ മാത്രം കേട്ടോ. നോക്കണം. അപ്പോൾ എന്തായാലും മാങ്ങ കഴിച്ചതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കാനുള്ള പരിപാടിയിലോട്ട് പോകണേണ്. അയ്യോ, ഈ മാങ്ങ കഴിക്കൽ തീരണമല്ല. ഈ ക്ലിപ്പാണ് തന്നെ വലിയൊരു ക്ലിപ്പ്. എനിക്കതിന് ഇവിടെ പറയാനും പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് എടുക്കണ കാണിക്കാം. അപ്പോൾ ചോറ് തന്നെയാണ്, ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കാറുള്ളൂ. അപ്പോൾ സെയിം രാവിലെ സംഭവങ്ങൾ തന്നെയാണ്. ഇവിടെ എന്തൊക്കെ പറയണത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എക്സാം അല്ല, അപ്പോൾ എക്സാമിനെ കുറിച്ച് പറയട്ടെ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, നല്ല ഈസി ആയിരുന്നു. ഇപ്പോൾ 10th ആയാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും മെസ്സേജ് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. ഞാൻ പഠിച്ച സാധനം തന്നെ 2ഉം 8 മാർക്കിന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ വന്നിരുന്ന് കിടന്ന് റീൽസ് കാണലാണ്. ഇത് ഭയങ്കര മസ്റ്റായിട്ടുള്ള കാര്യം കേട്ടോ. എത്ര കാണണ്ടെന്ന് വെച്ചാലും കാണാണ്ടിരിക്കാൻ പറ്റൂല. എന്തായാലും ഒരു ശീലമായി പോയി. അങ്ങനെ കുറച്ച് അധികം നേരം തന്നെ റീൽസാണ് ഉണ്ട്. ഉച്ചക്ക് അങ്ങനെ എനിക്ക് പഠിക്കാൻ തോന്നില്ല. അതിപ്പോൾ പരീക്ഷയായ പോലും അധികം പഠിക്കത്തൊന്നുമില്ല. അങ്ങനെ അഥവാ പഠിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ വല്ല ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇന്ന് കാണുള്ളൂ. കാരണം ഉച്ചക്ക് ഭയങ്കര ടയേർഡായിരിക്കും, ഭയങ്കര വെയിലൊക്കെ ആയിട്ട് ഭയങ്കര ചൂടായിരിക്കില്ല, അതുകൊണ്ട് പഠിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കാം. ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അവിടെ പാലിരിക്കണം. അപ്പോൾ കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ചിട്ട് ബ്രൂ എടുത്ത് ഇതിലിടുന്നുണ്ട്. കുറച്ച് ഉണ്ടാക്കണുള്ളൂ. ഞാനങ്ങനെ ഫുൾ ഗ്ലാസ്സൊന്നും കുടിക്കാറില്ല എപ്പോഴും. കുറച്ചൊരു 1/4 ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സൊക്കെ ഞാൻ കുടിക്കലുള്ളൂ. അങ്ങനെ ആ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ പതപ്പിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ട് അതിങ്ങനെ പതപ്പിക്കണല്ലോ കേട്ടോ, കാരണം കൈ വേനെടുക്കുമല്ലോ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ. അപ്പോൾ ഏറെക്കൂറെ ഇങ്ങനെ ആക്കി
എടുത്തിട്ടുണ്ട്, നമുക്ക് വേഗം പഠിക്കാനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ട് ഗ്ലാസ് ഫുള്ള് ഇങ്ങനെ ചുറ്റിച്ച് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി പാലും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അപ്പോൾ തണുപ്പുണ്ട്. വേറെ എക്സ്ട്രാ ഐസൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. എനിക്ക് ഇങ്ങനെ ഒരുപാട് തണുപ്പിച്ചിട്ടുള്ള കോൾഡ് കോഫി ഇഷ്ടമല്ല, ഒരു ചെറിയൊരു തണുപ്പുണ്ടായാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ രാവിലെ നോട്ട് ചെയ്തിട്ടുണ്ടായില്ല, അത് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല, എഴുതൽ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതൊന്ന് പഠിക്കണം, നല്ല കൂടുതൽ അക്ഷരത്തിലാട്ടോ എഴുതി വെച്ചേക്കണത്. പെട്ടെന്ന് എഴുതിക്കൊണ്ടാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്, പരീക്ഷയൊക്കെ പഠിക്കേണ്ടത് കൊണ്ടാണ്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും കുളിക്കാൻ വേണ്ടി പോയി, മുടിയൊക്കെ കഴുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുടി ഇങ്ങനെ വാഷ് ചെയ്ത് ഷാമ്പു കണ്ടീഷണറൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ലൊരു വോളിയൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളി സ്ട്രെയിറ്റൊക്കെ ഇട്ട് കിടക്കും. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ പണ്ടത്തെ മാതിരി ആവും, ഒരുമാതിരി എല്ലുപാല് മാതിരിയായി പോവും. അതെന്തായാലും അങ്ങനെയൊക്കെ ആവും. പിന്നെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി കുടിക്കണേണ്. പിന്നെ നമ്മുടെ എഗ്ഗിന് മാങ്ങ കഴിക്കണേണ്, മാങ്ങ അവിടെ ഇരിപ്പുണ്ടായി. അപ്പോൾ ഇത് വേറെ മാങ്ങയാണ്, അതുകൊണ്ടാണ് ഇത് കുഴപ്പമുണ്ടായില്ല കേട്ടോ. മറ്റേനേക്കാൾ രാവിലെ വെച്ചില്ലമ്മ, ആ സംഭവത്തിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. സെയിം ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിക്കണേണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂട്യൂബ് ക്ലാസ് കാണലും അല്ലാണ്ട് പഠിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ എപ്പോഴും ഷൂട്ടൊന്നും ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ മെയിനായിട്ട് ഞാൻ വൈകുന്നേരം അപ്പോൾ കുത്തിയിരുന്നതിൻ്റെ കുറേ പണ്ടത്തെ ചളി വീഡിയോസ് ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ട്, ഭയങ്കര ശോകമായിട്ടുള്ള വീഡിയോസ് കേട്ടോ. അത്രയ്ക്കും കണ്ടാൽ തന്നെ എനിക്കെന്തോ ഒരു ക്രിഞ്ച് അടിക്കണമെന്ന് തോന്നുന്ന ടൈപ്പ് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ആൾ പ്രൈവറ്റ് ആക്കിയിട്ട്, ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. പക്ഷേ ഭയങ്കര ക്രിഞ്ചാട്ടോ, അതുകൊണ്ടാണ് ഭയങ്കര അത്രയ്ക്കും വേറെ എക്സ്ട്രീം ലെവൽ ഓഫ് ക്രിഞ്ചാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സോയാബീൻ ഉണ്ടാക്കാം. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ വൈകുന്നേരം സോയാബീൻ ഉണ്ടാക്കൽ ഒരു ഹോബിയായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുള്ളൂ, ഇങ്ങനെ വെറുതെ മുരിക്കടി ഒരു 5-10 മിനിറ്റ് മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിങ്ങനെ കുറച്ച് സോയാബീൻ പുഴുങ്ങിയിട്ട് അതിലോട്ട് ഉപ്പും മുളക് ഇടും, വേറെ ഒന്നും ഇടലൊന്നുമില്ല. മുന്നൊക്കെ ഞാൻ ഈ മുളക് പൊടിയൊക്കെ മുളക് പൊടിയിൽ നിന്ന് ഈ മഞ്ഞപ്പൊടിയൊക്കെ ഇടുമായിരുന്നു, ഇപ്പം അങ്ങനെ ഒന്നും ഇടലില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സാക്കി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇങ്ങനെ ജസ്റ്റ് വറുത്തെടുക്കണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും റെഡി ആയിട്ടുണ്ടാവും. ഞാനിങ്ങനെ കടുക് പൊട്ടിക്കുക അല്ലെങ്കിൽ മുളക് സവാള ഇടുക അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം ഇങ്ങനെ വെറുതെ വറുത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എക്സ്ട്രാ കുറച്ച് ഉപ്പും കൂടി ഇട്ടോ, എനിക്കിങ്ങനെ ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പൊതുവെ കറി ഉണ്ടാക്കിയില്ലെങ്കിൽ എക്സ്ട്രാ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുകയാണെന്നുണ്ടല്ലോ, പുറത്ത് വന്നിട്ടാണ് ഭയങ്കര നട്ടുച്ചക്ക് വന്നിട്ടാണ് കൊടുക്കുന്നത്. അകത്തുനിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സൗണ്ടിന് ക്ലാരിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് തൈരും കൂടി ഉണ്ടായിട്ടോ, അപ്പോൾ തൈര് കൂടി കൂട്ടി കഴിച്ചു. ഇനി നമുക്ക് വീണ്ടും പഠിക്കാനിരിക്കാം. ഞാൻ അടുത്ത ഒരു പോയാണ് നോക്കണത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായില്ല ഈ ഒരു സമയത്തൊന്നും. എന്നിട്ട് എങ്ങനെയൊക്കെയോ യൂട്യൂബ് ക്ലാസ്സൊക്കെ കണ്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് അതൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ടിക്കറ്റ് വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിലാണ് ഇരിക്കണത്. പിന്നെ ഞാൻ ഇവിടെ മിസ് ചെയ്തിട്ടുണ്ടായ കുറച്ച് നോട്ടൊക്കെ നോക്കണം കേട്ടോ. ഇതിൽ ട്രാവൽ ഇൻഫോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പരീക്ഷയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിൽ മിക്ക സാധനങ്ങളും നമ്മൾ പഠിച്ചിട്ട് തന്നെയുള്ളത് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പരീക്ഷ. അടുത്തൊരു ASMR ആണ് കേട്ടോ. ASMR മാതിരി വീഡിയോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. അധികം ആ ഒരു വോയിസ് അങ്ങനെ വന്നിട്ടുണ്ടായില്ല. എന്തായാലും അടുത്ത ഒരു ലെസൺ കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്ര ഉള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ തൊലിച്ച് ഒരു പരി പോയിട്ടുണ്ട് ഇനി പുറത്ത് നിന്ന് വോയിസ് ഓവർ എടുത്തിട്ട്. എന്തായാലും അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ബൈ ഗൈസ്.